എന്താ ഇപ്പോൾ നിലവിലുള്ള ബ്രസീൽ ടീമിൻ്റെ ഒരു അവസ്ഥ അല്ലേ? ബ്രസീൽ ടീമിൻ്റെ നമ്മളൊക്കെ ഏതൊരു ബ്രസീൽ ഫാനിൻ്റെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബ്രസീൽ ടീമിനെ അറിയുന്ന കാലങ്ങളായിട്ട് ഫുട്ബോൾ മത്സരങ്ങളൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഏതൊരു മത്സരങ്ങളും ഇപ്പോൾ അവനവൻ്റെ ടീമിൻ്റെത് അല്ല എങ്കിലും ഏതൊരു മത്സരങ്ങളും അതിൻ്റേതായിട്ടുള്ള ലെവലിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകാണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പോൾ ബ്രസീൽ ടീമിൻ്റെ സ്റ്റാറ്റസ്? ഇപ്പോഴത്തെ ബ്രസീലിൻ്റെ ടീമും നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു ബ്രസീലിൻ്റെ ടീമുണ്ട്. ആ ഒരു ടീമിൻ്റെയൊക്കെ ഒരു ലെവൽ ഒരു കമ്പാരിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു 20% നിലവിലിപ്പോൾ ബ്രസീൽ ടീമുണ്ടോ എന്നുള്ളതാണ്. റീസെൻ്റ്ലി നടന്നിട്ടുള്ള പരാഗനോട്ടുള്ള മത്സരം തോറ്റത് പോട്ടെ, എന്താണ് നിലവിൽ ബ്രസീലിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളതാണ്. എന്ത് നേടാൻ കഴിയും ബ്രസീലിന് ഈ ഒരു ടീം കൊണ്ട് പോയിട്ടുള്ളത്. കാരണം ബ്രസീലിൻ്റെ കോച്ച് അത്രയും ലാഘവത്തോടെയാണ് ബ്രസീലിൻ്റെ ഈ ഒരു മത്സരം വരുന്നതിന് മുന്നേ പറഞ്ഞത് അടുത്ത വേൾഡ് കപ്പ് ഫൈനലിൽ ഒരു സൈഡിൽ ബ്രസീൽ ഉണ്ടാകും എന്നുള്ള കാര്യം. അടുത്ത വേൾഡ് കപ്പ് ഫൈനലിൻ്റെ ഒരു സൈഡിൽ ബ്രസീൽ ഉണ്ടാകുന്നില്ല കാര്യം അത്രയും വ്യക്തമായിട്ട് അയാൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിങ്ങാണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം ഇതാകുമ്പോൾ തന്നെ തോന്നും. അത്രയും കോൺഫിഡൻസിലാണ് അദ്ദേഹം പറഞ്ഞത് അടുത്ത വേൾഡ് കപ്പിൽ ഫൈനലിൽ ഒരു സൈഡിൽ ബ്രസീൽ ഉണ്ടാവും എന്നുള്ളത്. എങ്ങനെ ഉണ്ടാവും ഇതുപോലുള്ളൊരു ടീമിനെ മേക്ക് ചെയ്ത് കൊണ്ടുപോയാൽ എങ്ങനെയാണ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ പോട്ടെ, വേൾഡ് കപ്പിൻ്റെ വേദിക്ക് എത്തുന്ന കാര്യത്തിൽ തന്നെ ഇപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. യോഗ്യത എന്തായാലും കിട്ടാതായിരിക്കും, അത് പോട്ടെ, വേൾഡ് കപ്പിൽ ക്വാളിഫിക്കേഷൻ കിട്ടുക തന്നെ വേണം, അത് വേറെ കാര്യം. അപ്പോൾ നെയ്മർ ഉൾപ്പെടെയുള്ള താരങ്ങൾ വന്ന വേൾഡ് കപ്പിലൊക്കെ എന്തായാലും പോലുണ്ടാവും. പക്ഷേ ഈ ഒരു ടീമോട്ട് വേൾഡ് കപ്പ് പോലുള്ള വേദിയിലേക്ക് പോയിട്ട് എന്താണ് കാര്യം? പരാഗനോട്ട് ഒരു ഗോളിന് തോറ്റു. റീസെൻ്റ്ലി നടന്നിട്ടുള്ള മത്സരങ്ങൾ മൊത്തം നമുക്കുണ്ടാവില്ല ഒരു ബ്രസീലിൻ്റെ ഒരു മത്സരം കാണുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല. ആ ഒരു തൃപ്തി വരുന്നില്ല എന്നുള്ളതാണ്. റീസെൻ്റ്ലി നടന്നിട്ടുള്ള ഗെയിമുകളൊക്കെ നോക്കുമ്പോൾ മികച്ചൊരു ടീമിനെ വാർത്തെടുക്കാൻ കഴിയുന്നില്ല. ഒരുപാട് യുവതാരങ്ങൾ യൂറോപ്പിലെ മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന ഒരുപാട് മികച്ച താരങ്ങളുണ്ട്. വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ പോലുള്ള ഒരുപാട് താരങ്ങൾ. പക്ഷേ ആരൊക്കെയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ ജേഴ്സി ഇടുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രകടനം, അവരുടേതായിട്ടുള്ള ഒറിജിനാലിറ്റിയിലുള്ള പ്രകടനം അല്ലെങ്കിൽ അവരവരുടെ ക്ലബ്ബിൽ കളിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ ബ്രസീലിൻ്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോൾ ബ്രസീൽ വേൾഡ് കപ്പ് കോച്ച് പറഞ്ഞമാർ വേൾഡ് കപ്പ് ഫൈനൽ പോയിട്ട് വേൾഡ് കപ്പിൻ്റെ ഏതെങ്കിലും 1-2 റൗണ്ട് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഈ ഒരു കോച്ച് വന്നത് മുതലേ നമുക്ക് ഈ ഒരു ടീമിൽ ഒരു അലസത ഫീൽ ചെയ്തതാണ് ഈ ഒരു കോച്ചിൻ്റെ ഒരു വരവോട് കൂടി തന്നെ. അതിനുശേഷം നെയ്മറാണെങ്കിൽ മാസങ്ങളോളം ടീമിൽ നിന്ന് പുറത്തായി പരിക്കായിട്ട് ആ ഒരു കുറവ് വേറുണ്ട്. നെയ്മർ ഉണ്ടായി തന്നെ ടീം ഒരു 50-60% സെറ്റായി. അപ്പോൾ അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തിയാഗോ സിൽവ, കസമീറോ പോലുള്ള താരങ്ങളും നിലവിൽ ടീമിലില്ല. അപ്പം മൊത്തത്തിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള ഒരു ടൈമാണ് മൊത്തത്തിൽ ബ്രസീലിന് ഇപ്പോൾ ഉള്ളത്. കോച്ച് അങ്ങനെ, നെയ്മർ അങ്ങനെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് പുറത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏതായാലും കോച്ചിൻ്റെ എന്തായാലും വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും. ചിലപ്പോൾ വേൾഡ് കപ്പ് ആകുമ്പോഴേക്ക് ചിലപ്പോൾ സെറ്റാക്കി എടുക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാവും. യുവതാരങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഒരു മികച്ചൊരു 11 കണ്ടെത്താനുള്ള ഒരു നീക്കമൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനി മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ലെവലിലൊക്കെ കാര്യങ്ങൾ നീക്കുപോക്ക് CBF മുന്നോട്ട് പോകുന്നുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കരുതുക. അല്ലാതെ എന്താ കാട്ടുക? ഒരു ഗെയിമും നമുക്കൊരു തൃപ്തിയോട് കൂടി റീസെൻ്റ്ലി നടന്ന ഗെയിമുകളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് ബ്രസീലിൻ്റെത്. നെയ്മറാണെന്നുണ്ടെങ്കിൽ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ വീണ്ടും പരാജയപ്പെട്ട് അടുത്ത ഘട്ടത്തിലേക്കൊക്കെ പോവുകയാണ്. അടുത്ത മാസം വരുന്ന മത്സരങ്ങളിലൊക്കെ ബ്രസീലിൻ്റെ മത്സരങ്ങളിലൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. ഈ ഒരു ഫിറ്റ്നസിൻ്റെ പ്രശ്നം വന്നുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മത്സരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ കഥ. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ കാട്ടട്ടെ, അല്ലാതെ എന്താ കാട്ടുക? ഇതിലും വലിയൊരു പ്ലേയേഴ്സുള്ള അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ കൊണ്ട് ആറാടുന്ന ടീം ചിലപ്പോൾ വേറെ ഉണ്ടാവില്ല. പക്ഷേ മികച്ചൊരു 11 കണ്ടെത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ കളി വരുമ്പോൾ അവരുടേതായിട്ട് പ്രകടനം കാഴ്ചവെക്കാൻ പല താരങ്ങൾക്കും കഴിയുന്നില്ല. ഏതൊരു താരമാണെന്നുണ്ടെങ്കിലും ഫോം ഔട്ടാണ് കാര്യങ്ങളൊക്കെ സർവ്വസാധാരണമാണ്. ഏതൊരു കായികത്തിൽ ഏതൊരു ഇനിയാണെന്നുണ്ടെങ്കിലൊക്കെ സ്ഥിരമായിട്ട് ഫോം കണ്ടെത്താനൊന്നും കഴിയില്ല എന്നുള്ളതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുന്ന കാര്യമാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഏതൊരു താരം ഫ്ലോപ്പ് ആകുമ്പോൾ നമുക്കിങ്ങനെ സ്വയം ചിന്താഗതി വരികയാണ്. ഏതായാലും പ്രതീക്ഷിക്കുക നല്ലൊരു ബ്രസീൽ ടീം ഭാവിയിൽ വരും എന്നുള്ളത് അല്ലേ?